ഹലോ എവരിവൺ, എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് നിസാമുദ്ദീൻ. ഞാൻ എയിംസ് നാഗ്പൂരിലെ ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. 2020 വഴിയാണ് ഇവിടെ കയറിയത്. അന്ന് എൻ്റെ റാങ്ക് 3075 ആയിരുന്നു. അപ്പൊ നമ്മൾ ഇക്വിലിബ്രിയം ചാപ്റ്റർ ഇപ്പൊ 2 സെഷൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പൊ അത് എഫക്ട് ഓഫ് എ കാറ്റലിസ്റ്റ് എന്ന ടോപ്പിക് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ നമുക്കിനി ഡിസ്കസ് ചെയ്ത് തുടങ്ങേണ്ടത് അയോണിക് ഇക്വിലിബ്രിയം ഇൻ സൊല്യൂഷൻ എന്ന ടോപ്പിക്കാണ്. ഓക്കെ. Under the effect of change of concentration of the direction of equilibrium, we have internally ഇത് വരുമ്പോൾ നമ്മൾ കളർ ചേഞ്ച് നോക്കാൻ വേണ്ടി നമ്മൾ നോക്കിയത് ഒരു പ്രോസസ് ആയിരുന്നു Fe3+ SCN കേസ് FeSCN2+. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ മൊത്തം എന്താണ്, അയോൺസ് ആണ് ഈ ഇക്വിലിബ്രിയത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. There are numerous equilibria that involve ions only. അയോൺസ് മാത്രമുള്ള ഒരുപാട് ഇക്വിലിബ്രിയ നമുക്ക് ഉണ്ട്. In the following sections, we will study the equilibria involving ions. It is well known that the aqueous solution of sugar does not conduct electricity. However, when common salt is added to water, it conducts electricity. അപ്പം നമുക്കറിയാം, വെള്ളത്തിൽ പഞ്ചസാര കലക്കിയാൽ ആ സൊല്യൂഷൻ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യത്തില്ല. പക്ഷേ പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ ഉപ്പ് ആ വെള്ളത്തിൽ കലക്കിയാൽ ആ സൊല്യൂഷൻ എന്താണ്, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. ഓൾസോ ദ കണ്ടക്ടൻസ് ഓഫ് ഇലക്ട്രിസിറ്റി ഇൻക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് കോമൺ സാൾട്ട്. അപ്പൊ നമ്മൾ ആ സൊല്യൂഷന്റെ സോൾട്ടിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നതനുസരിച്ച് കണ്ടക്ടിവിറ്റിയും കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. Michael Faraday classified the substances into 2 categories based on their ability to conduct electricity. അപ്പം ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനുള്ള എബിലിറ്റി വെച്ച് എന്താണ് ഫാരഡേ സബ്സ്റ്റൻസസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. എന്തൊക്കെയാണ്, ഇലക്ട്രോലൈറ്റ്സ് എന്നും നോൺ ഇലക്ട്രോലൈറ്റ്സ് എന്നും. ഇലക്ട്രിസിറ്റി സൊല്യൂഷനെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെ നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് എന്ന് വിളിച്ചു. കണ്ടക്ട് ചെയ്യാത്ത ആൾക്കാരെ നമ്മൾ നോൺ ഇലക്ട്രോലൈറ്റ്സ് എന്ന് വിളിച്ചു. ഓക്കെ. Faraday further classified electrolytes into strong and weak electrolytes. പിന്നെ ഇലക്ട്രോലൈറ്റ്സ് എന്ന് വെച്ചാൽ സൊല്യൂഷനിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തു. എങ്ങനെ, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്നും വീക്ക് ഇലക്ട്രോലൈറ്റ് എന്നും വീണ്ടും ക്ലാസിഫൈ ചെയ്തു. അപ്പൊ എന്താണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, വീക്ക് ഇലക്ട്രോലൈറ്റ്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് വെച്ചാൽ സൊല്യൂഷനിൽ ഇവരുടെ കംപ്ലീറ്റ് അയനൈസേഷൻ സംഭവിക്കും അല്ലേ. അപ്പൊ നമുക്കറിയാം എന്താണ് സോൾട്ട് എന്ന് വെച്ചാൽ എന്താ, കോമൺ സോൾട്ട് എന്ന് വെച്ചാൽ NaCl ആണ്. അപ്പൊ Na+ അയോണും Cl- അയോണും. അപ്പൊ സൊല്യൂഷനിൽ NaCl കംപ്ലീറ്റ് ആയിട്ട് Na+ അയോണും Cl- അയോണായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ ഇടുന്ന മൊത്തം സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാം, എന്താണ് മൊത്തത്തിൽ ഡിസോസിയേറ്റ് ചെയ്യാൻ കഴിവുള്ള അയോൺസിനെയാണ് നമ്മൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് സബ്സ്റ്റൻസ് നമ്മൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. അതിന്റെ എക്സാമ്പിൾ അതാണ്, അതുകൊണ്ട് പറഞ്ഞേക്കുന്നത് എന്താണ്, an aqueous solution of sodium chloride is comprised entirely of sodium ions and chloride ions. പിന്നെ അതേപോലെ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ എക്സാമ്പിൾ ആണ് അസിറ്റിക് ആസിഡ്. അപ്പൊ എന്താണ് ഈ വീക്ക് ഇലക്ട്രോലൈറ്റ്? നമ്മൾ ഒരു സോൾവെന്റിലേക്ക് നമ്മൾ ഈ വീക്ക് ഇലക്ട്രോലൈറ്റ് ഇട്ടാൽ എന്താ, അത് മൊത്തത്തിൽ ഡിസോസിയേറ്റ് അയോൺസ് ആയിട്ട് മാറത്തില്ല. കുറെ എന്താണ് ഡിസോസിയേറ്റ് ചെയ്യാണ്ട് അതേപോലെ തന്നെ അവിടെ കിടക്കും സോളിഡ് ആയിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഇലക്ട്രോലൈറ്റ് ആണ് നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റ് വിളിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് അസിറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. അസിറ്റിക് ആസിഡ് മെയിൻലി കണ്ടെയ്ൻസ് അൺഅയനൈസ്ഡ് അസിറ്റിക് ആസിഡ്. എന്താണ്, അയനൈസ് ചെയ്യാത്ത അല്ലെങ്കിൽ ഡിസോസിയേറ്റ് ചെയ്യാത്ത അസിറ്റിക് ആസിഡ് അയോൺസ്, എന്താണ് അയോൺസ് അസിറ്റിക് ആസിഡ് മോളിക്യൂൾസ് അവിടെ കുറെ ഉണ്ട്. ആൻഡ് ഓൺലി സം അസിറ്റേറ്റ് അയോൺസ് ആൻഡ് ഹൈഡ്രോണിയം അയോൺസ് എന്ന് വെച്ചാൽ എന്താണ് CH3COH ആണ് അസിറ്റിക് ആസിഡ്. ഇതിന്റെ ഡിസോസിയേഷൻ എങ്ങനെ സംഭവിക്കുക, CH3COO- + H+. അപ്പൊ നമ്മൾ ഇടുന്നത് മൊത്തം ഇങ്ങനെ ഡിസോസിയേറ്റ് ചെയ്തില്ല, കുറെ എന്താണ് CH3COH ആയിട്ട് തന്നെ ഇന്നത്തെ കിടക്കും. അപ്പൊ അങ്ങനെ ഇലക്ട്രോലൈറ്റ്സ് നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റ്സ് എന്ന് വിളിച്ചു. This is because there is almost 100% ionization in case of a sodium chloride. അപ്പൊ എന്താണ്, സോഡിയം ക്ലോറൈഡ് നമ്മൾ 100 മോളിക്യൂൾ ഇട്ടാൽ ഓൾമോസ്റ്റ് 100 മോളിക്യൂളും അയനൈസേഷൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അസിറ്റിക് ആസിഡ് കേസിലാണെങ്കിൽ എന്ത്, 5% അയനൈസേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 100 മോളിക്യൂൾ അസിറ്റിക് ആസിഡ് ഉണ്ടെങ്കിൽ അതിനകത്ത് 5 മോളിക്യൂളെ CH3COO- H+ ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് നിൽക്കത്തുള്ളൂ. ഓക്കെ. It should be noted that in weak electrolytes, equilibrium is established between ions and the ionized molecules. ഇപ്പൊ എന്താണ്, ഈ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ അസിറ്റിക് ആസിഡിന്റെ കേസ് പറഞ്ഞല്ലോ, ഇപ്പൊ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ ഇവിടെ ഒരു ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണ്, ഇത് ഇങ്ങോട്ട് തിരിച്ച് ഡിസോസിയേറ്റ് ആവുന്നുണ്ട്, ഇവരെന്താണ് വീണ്ടും കൂടി ചേർന്ന് അൺഅയനൈസ്ഡ് ഫോമിലോട്ടും ആവുന്നുണ്ട്. ഇത് സൈമൾട്ടേനിയസ്ലി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു വീക്ക് ഇലക്ട്രോലൈറ്റ്സിന്റെ കേസ്. ഓക്കെ. This type of equilibrium involving ions in aqueous solution is called ionic equilibrium. ഇങ്ങനെ ഇക്വിലിബ്രിയത്തിൽ അയോൺസ് വരുമ്പോൾ നമ്മൾ എന്താണ് ഇക്വിലിബ്രിയത്തിനെ അയോണിക് ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നു.
Acid bases and salts come under the category of electrolytes and may act as strong or weak electrolytes. Acid bases and salt എന്താണ് ഇലക്ട്രോലൈറ്റ്സിന്റെ കാറ്റഗറിയിൽ വരുന്ന സാധനങ്ങളാണ്. അതിന് അവർ സ്ട്രോങ്ങോ അല്ലെങ്കിൽ വീക്ക് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യാം. ഓക്കെ, നമുക്കിനി ആസിഡ് ബേസ് ആൻഡ് സോൾട്ടിനെ കുറിച്ച് പറയാം. ആസിഡ് ബേസസ് ആൻഡ് സോൾട്ട്സ് ഫൈൻഡ് വൈഡ് സ്പ്രെഡ് occurrence in nature. ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രസന്റ് ഇൻ ദ ഗ്യാസ്ട്രിക് ജ്യൂസ്. ഇപ്പൊ എന്താണ് ഇവിടെ നേച്ചറിൽ എവിടേക്കാണ് ആസിഡ് ബേസ് ആൻഡ് സോൾട്ട് എവിടെ ഉള്ളതെന്നാണ് പറയുന്നത്. ഇപ്പൊ ആദ്യത്തെ എക്സാമ്പിൾ എന്താണ് HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ സ്റ്റൊമക്കിൽ ഗ്യാസ്ട്രിക് ജ്യൂസിൽ ഉണ്ട്. എന്താണ് 1.2 to 1.5 ലിറ്റർ ഒരു ദിവസം പ്രൊഡക്ഷൻ ഉണ്ട്. അതേപോലെ അസിഡിക് ആസിഡ് എന്താണ് വിനീഗറിന്റെ മെയിൻ കോൺസ്റ്റന്റ് ആണ്. ലെമൺ ആൻഡ് ഓറഞ്ച് ജ്യൂസസ് കണ്ടെയ്ൻ സിട്രിക് ആൻഡ് അസ്കോർബിക് ആസിഡ്. പിന്നെ ടാമറിൻ പേസ്റ്റിൽ ടർട്ടാറിക് ആസിഡ് ഉണ്ട്. As most of the acids taste sour, the word acid has been derived from Latin word acidus, meaning sour. Acid എന്ന വാക്ക് acidus എന്ന ലാറ്റിൻ വേർഡ് അല്ലെങ്കിൽ ആസിഡസിന്റെ ലാറ്റിൻ അർത്ഥം എന്താണ്? സോർ എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ കുറച്ച് ആസിഡിന്റെയും ബേസിന്റെയും പ്രോപ്പർട്ടീസ് പറയുന്നു. ആസിഡിന്റെ പ്രോപ്പർട്ടീസ് എന്താ? അവര് ബ്ലൂ ലിറ്റ്മസിനെ എന്താണ് റെഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നെ മെറ്റൽസ് ആയിട്ട് റിയാക്ട് ചെയ്താൽ എന്താ? അത് ഡൈഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. സിമിലർലി ബേസസ് ആർ നോൺ ടു ടേൺ ബേസ് അതേപോലെ തന്നെ റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കും. അവരുടെ ടേസ്റ്റ് എന്താണ്? ബിറ്റർ അല്ലെങ്കിൽ സോപ്പി ടേസ്റ്റ് ആണ്. ബിറ്റർ ടേസ്റ്റ് ആണ്, അവർ സോപ്പി ആണ് ഇൻ ടെക്സ്ചർ. A common example of a base is washing soda. എന്താണ് വാഷിംഗ് സോഡ? സോഡിയം കാർബണേറ്റ്, used for washing purposes. When acids and bases are mixed in the right proportion, they react with each other to give salts. ഇപ്പൊ എന്താണ് ആസിഡും ബേസും കറക്റ്റ് പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സോൾട്ടുകൾ കിട്ടും. Some commonly known examples of salts are sodium chloride, barium sulfate, sodium nitrate. ഇപ്പൊ എന്താണ് സോൾട്ടിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് NaCl, BaSO4, NaNO3 എന്നൊക്കെ പറയുന്നത്. Sodium chloride is an important component of our diet and is formed by reaction between hydrochloric acid and sodium hydroxide. കോമൺ സോൾട്ട് ഉപ്പ് നമ്മൾ പാചകം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. എങ്ങനെയാണ് NaCl ഉണ്ടാകുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡും എന്താണ് സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസ് ആയിട്ടുള്ള എന്താണ് സോഡിയം ഹൈഡ്രോക്സൈഡും റിയാക്ട് ചെയ്ത് ആണ് സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്നത്. It exists in solid state as a cluster of positively charged sodium ions and negatively charged chloride ions which are held together due to electrostatic interaction between opposites. അപ്പം എന്താണ് സോളിഡ് സ്റ്റേറ്റിൽ NaCl എന്താണ് അവരുടെ പോസിറ്റീവ് നെഗറ്റീവ് ചാർജും കൂടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ അല്ലെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് വഴിയാണ് അവർ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൽ അവർ എക്സിസ്റ്റ് ചെയ്യുന്നത്. അയോണിക് സോളിഡ്സ് നമ്മൾ പഠിക്കുന്നതാണ്. The electrostatic forces between two charges are inversely proportional to dielectric constant of the medium. അപ്പൊ അവരെ സൊല്യൂഷനിൽ ഇടുമ്പോൾ അല്ലെ ഒരു സോൾവെന്റിലേക്ക് നമ്മൾ ഈ സോൾട്ടിനെ ഇടുവാണ്. അപ്പം അവർ ആ അയോൺസ് തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് ദി മീഡിയം ആണ്. അപ്പൊ ആ സോൾവെന്റിന്റെ അയോൺസ് തമ്മിലുള്ള അട്രാക്ഷൻ inversely proportional to the dielectric constant of the solvent. Okay. Water, universal solvent possesses a very high dielectric constant of 80. ഇപ്പൊ എന്താണ് വാട്ടറിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് വാല്യൂ എന്താണ്? 80 ആണ്. Thus, when sodium chloride is dissolved in water, the electrostatic interactions are reduced by a factor of 80. എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ പറഞ്ഞു സൊല്യൂഷനിൽ അയോൺസ് തമ്മിലുള്ള അട്രാക്ഷൻ എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് സോൾവെന്റ് ആണ്. ഇപ്പൊ വാട്ടറിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ആണ് 80 ആണ്. എന്ന് വെച്ചാൽ വെള്ളത്തിൽ നമ്മൾ ഉപ്പ് കലക്കുമ്പോൾ ഇവർ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് 1/80 ഓഫ് ഒറിജിനൽ ആവും. അതുകൊണ്ട് അയോൺസ് അവർ അട്രാക്റ്റീവ് ഫോഴ്സ് അത്രയും കുറയുന്നതുകൊണ്ട് തന്നെ ആ സൊല്യൂഷനിൽ അവർ സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. അതുകൊണ്ടാണ് വാട്ടർ യൂണിവേഴ്സൽ സോൾവെന്റ് അറിയപ്പെടുന്നത്, ഹൈ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഉള്ളതാണ്. And this facilitates the ions to move freely in the solution. അപ്പൊ ഈ ഇങ്ങനെ അട്രാക്റ്റീവ് ഫോഴ്സ് അത്രയും കുറയ്ക്കുന്നതുകൊണ്ട് അയോൺസ് സൊല്യൂഷനിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്ത് നടക്കും. ഓൾസോ ദേ ആർ വെൽ സെപ്പറേറ്റഡ് ഡ്യൂ ടു ഹൈഡ്രേഷൻ വിത്ത് വാട്ടർ മോളിക്യൂൾസ്. നമുക്കറിയാം ഈ അയോൺസ് വാട്ടർ മോളിക്യൂൾസ് ആയിട്ട് ബോണ്ട് ചെയ്ത് നിൽക്കുന്നു. അതിനാണ് നമ്മൾ ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. അതും ഇവരുടെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. Comparing the ionization of hydrochloric acid with that of acidic acid in water, we find that both of them are covalent molecules. Formula is completely ionized into its constituent ions, while the latter solely partial ions. ഇപ്പൊ നമ്മൾ HCl ഉം CH3COH അസിറ്റിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും
പോളാർ കോവാലന്റ് മോളിക്യൂൾസ് ആണ്. പക്ഷെ ഒന്ന് നോക്കുമ്പോൾ HCl കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ CH3COH ഓൾമോസ്റ്റ് 5% മോളിക്യൂൾസെ അവരുടെ അയോൺസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നുള്ളൂ. The extent to which ionization occurs depend upon the strength of the bond and the extent of solvation of ions produced. അപ്പൊ എന്താണ് എത്രത്തോളം ഒരു ഇലക്ട്രോലൈറ്റ് ഡിസോസിയേറ്റ് തീരുമാനിക്കുന്നത് എന്താണ് അവരുടെ അയോൺസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സും മാത്രമല്ല സോൾവേഷന്റെ എക്സ്റ്റെന്റും ആണ് തീരുമാനിക്കുന്നത്. The terms dissociation ionization having earlier been used with different meanings. എന്താണ് ഇവിടെ നമ്മൾ ഡിസോസിയേഷൻ അയനൈസേഷൻ നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന ടേം എന്താണ് ഈ പാരഗ്രാഫ് പറയുന്നത് വെച്ചാൽ ഈ ചാപ്റ്ററിൽ ഡിസോസിയേഷൻ അയനൈസേഷൻ ഒരേ കാര്യമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ അവരുടെ എന്താണ് ഒറിജിനൽ മോളിക്യൂളിൽ നിന്ന് അയോൺസ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് മാറുന്നതിനാണ് ഡിസോസിയേഷൻ അല്ലെങ്കിൽ അയനൈസേഷൻ എന്ന് നമ്മളിവിടെ പറയുന്നത്. വേറൊന്നുമായിട്ട് കൺഫ്യൂസ് ചെയ്യാൻ പാടില്ല. അടുത്ത നമുക്ക് പറയാനുള്ളത് Arrhenius concept of acids and bases. According to Arrhenius theory, acids are substances that dissociate in water to give hydrogen ions and bases are substances that produce hydroxyl ions. അപ്പൊ Arrhenius concept എന്താണ്? Arrhenius concept പറയുന്നത് ആസിഡ്സ് എന്ന് വെച്ചാൽ സൊല്യൂഷനിൽ H+ അയോൺസ് തരുന്നവരെയാണ് നമ്മൾ ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. മാത്രമല്ല ബേസ് എന്ന് വെച്ചാൽ സൊല്യൂഷനിൽ OH- അയോൺസ് തരുന്നവരെയാണ് ബേസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളതാണ് ഒരു ആസിഡ് HX വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. അപ്പൊ HX എന്ന ആസിഡ് എന്താണ് H+ഉം X- ആയിട്ട് സൊല്യൂഷനിൽ എന്താണ് സ്പ്ലിറ്റ് ആവുന്നത്. അപ്പൊ H+ അയോൺ തന്നുകൊണ്ട് എന്താണ് HX ആസിഡ് ആണ് പറയുന്നത്. A bare proton is very reactive and cannot exist freely in aqueous solution. Thus, it bonds to the oxygen atom of a solvent molecule, water molecule to give trigonal pyramidal hydronymy. ഇപ്പൊ എന്താണ് പറയുന്നത് HS പറഞ്ഞു H+ X- ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു പറഞ്ഞു. പക്ഷെ H+ എന്താ ഈ പ്രോട്ടോൺ മോളിക്യൂൾ എന്ന് പറയുന്നത് വളരെ റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ്. അതുകൊണ്ട് തന്നെ അതെന്താ അത് വാട്ടർ മോളിക്യൂളായിട്ട് റിയാക്ട് ചെയ്ത് ട്രൈഗണൽ പിരമിഡുള്ള ഹൈഡ്രോണിയം അയോണായിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അതാണ് ഈ ഓറായിട്ട് വേറൊരു ഇക്വേഷൻ നമുക്ക് ഇവിടെ തന്നേക്കുന്നത്. H2 ആയിട്ട് റിയാക്ട് ചെയ്ത് H3O പ്ലസും X-. X+ എന്നും നമ്മള് പ്രോട്ടോണിനെ H+ എന്നോ അല്ലെങ്കിൽ H3O+ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം ആണ്. കാരണം H+ തന്നെയാണ് H2O ആയിട്ട് റിയാക്ട് ചെയ്ത് H3O+ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. സിമിലർലി ബേസ് മോളിക്യൂൾ, ഇപ്പൊ ബേസിന്റെ കാര്യത്തിൽ എന്താണ് ബേസ് സൊല്യൂഷനിൽ OH- അല്ലെങ്കിൽ ഹൈഡ്രോണിയം അയോൺ അല്ല ഹൈഡ്രോക്സിൽ അയോൺ നമുക്ക് തരും. അങ്ങനെയുള്ള മോളിക്യൂൾസിന് അങ്ങനെയുള്ള സബ്സ്റ്റൻസിനാണ് നമ്മൾ ബേസ് ആയിട്ട് Arrhenius കൺസെപ്റ്റിൽ പറയുന്നത്. The hydroxyl ion also exists in the hydrated form in the aqueous solution. Arrhenius concept of acid and base, however, suffers from the limitation of being applicable only to the aqueous solutions and also does not account for the basicity of substance. ഇപ്പൊ Arrhenius concept എന്താണ് aqueous solutionൽ മാത്രമേ സൊല്യൂഷനിൽ എന്താണ് H+ ആയിരുന്നോ OH- ആയിരുന്നു വെച്ചാണ് നമ്മൾ Arrhenius concept ആസിഡ് ബേസും പറഞ്ഞത്. മാത്രമല്ല Arrhenius കൺസെപ്റ്റില് എന്താണ് ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇല്ലാത്ത ബേസസും ഉണ്ട്, അവരെ അക്കൗണ്ടിൽ എടുക്കുന്നതും ഇല്ല. അപ്പൊ എന്താണ് അതിന് എക്സാമ്പിൾ ആണ് അമോണിയ മോളിക്യൂൾ. അമോണിയ മോളിക്യൂൾ എന്താണ് ബേസിക് ആണ്, പക്ഷെ ഹൈഡ്രോക്സിൽ സൊല്യൂഷൻ ഇത് ഹൈഡ്രോക്സിൽ ആണ് തരുന്നില്ല. സൊല്യൂഷൻ ഹൈഡ്രോക്സിൽ വെച്ചാൽ അവർക്ക് എന്താണ് OH ഗ്രൂപ്പ് അവരുടെ സ്ട്രക്ചറിൽ ഇല്ല, അവർക്ക് OH ഗ്രൂപ്പ് ഇല്ല. അതുകൊണ്ട് അവരെ Arrhenius കൺസെപ്റ്റ് അവരെ കൺസിഡർ ചെയ്തില്ല. അടുത്ത നമുക്ക് പറയാനുള്ളത് Bronsted-Lowry ആസിഡ് ആൻഡ് ബേസ്. Arrhenius കൺസെപ്റ്റിൽ ആസിഡ് ബേസ് എന്താ നമ്മൾ പറഞ്ഞു. സൊല്യൂഷനിൽ H+ തരുന്നവരെ നമ്മൾ ആസിഡ് എന്ന് വിളിച്ചു, സൊല്യൂഷനിൽ OH- തരുന്നവരെ നമ്മൾ ബേസ് എന്ന് വിളിച്ചു. അടുത്ത Bronsted-Lowry ആസിഡ് എന്താണ് Bronsted-Lowry കോൺസെപ്റ്റ് എന്താ നോക്കാം. The Danish chemist Johannes Bronsted and English chemist Thomas M. Lowry gave a more general definition of acid and bases. അപ്പൊ ഈ രണ്ട് സയന്റിസ്റ്റ് ആസിഡ് ബേസിന് ഒരു പുതിയ ഡെഫിനിഷൻ തന്നു. According to Bronsted-Lowry theory, acid is a substance that is capable of donating a hydrogen ion and base is a substance capable of accepting a hydrogen ion. അപ്പൊ എന്താണ് ഇവരുടെ കൺസെപ്റ്റ് വെച്ച് എന്താണ് H+നെ ഡൊണേറ്റ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്നവരെ H+നെ കൊടുക്കാൻ പറ്റുന്നവരെ നമ്മൾ ആസിഡ് എന്ന് വെച്ചു, അവരെ വാങ്ങുന്നവരെ എന്താണ് അവരെ നമ്മൾ ബേസ് എന്ന് വിളിച്ചു. In short, acids are proton donors and bases are proton acceptors. ആസിഡ് പ്രോട്ടോൺ ഡോണേഴ്സ് ആണ്, ബേസ് എന്ന് വെച്ചാൽ എന്താണ് പ്രോട്ടോൺ ആക്സെപ്റ്റേഴ്സ് ആണ്. ഇതാണ് Bronsted-Lowry കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ അമോണിയയുടെ എന്താണ് എക്സാമ്പിൾ എടുക്കുന്നു. അമോണിയ വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്ത് എന്തായി H2O നിന്ന് എന്താണ് ഒരു H+നെ അക്സെപ്റ്റ് ചെയ്തു. H+ നിന്ന് H2O നിന്ന് ഒരു H+നെ അക്സെപ്റ്റ് ചെയ്ത് എന്തായി NH4+ ആയി. അപ്പൊ എന്താണ് H+നെ അക്സെപ്റ്റ് ചെയ്തു അല്ലെ. അപ്പൊ H+നെ അക്സെപ്റ്റ് ചെയ്യുന്നവരെ നമ്മൾ എന്താണെന്ന് വിളിച്ചത് പ്രോട്ടോൺ അക്സെപ്റ്റേഴ്സ് നമ്മൾ ബേസ് എന്ന് വിളിച്ചു. അപ്പം ഇവരുടെ കൺസെപ്റ്റ് വെച്ച് അമോണിയ ബേസ് ആയി.
ദി ബേസിക് സൊല്യൂഷൻ ഇസ് ഫോംഡ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ഹൈഡ്രോക്സിൽ അയൺ. അപ്പൊ എന്താണ് അങ്ങനെ എന്താണ് H പ്ലസ് വാങ്ങിയപ്പോൾ എന്താ അവിടെ OH മൈനസ് ഉണ്ടായി. അത് കാരണമാണ് സൊല്യൂഷൻ ബേസിക് ആയത്. In this reaction, water molecule acts as a proton donor and ammonia molecule acts as a proton acceptor. അപ്പൊ എന്താണ് H2ൽ നിന്ന് ഒരു H പ്ലസിനെ വാങ്ങിയാണ് NH3 NH4 പ്ലസ് ആയത്. അപ്പം H2 എന്താണ് ഒരു പ്രോട്ടോണെ ഡൊണേറ്റ് ചെയ്തു. അപ്പൊ പ്രോട്ടോൺ ഡോണർ ആയതുകൊണ്ട് H2 ഇവിടെ ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. NH3 H പ്ലസിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അത് ഇവിടെ ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. കോൾഡ് എന്താണ് ലോറി ബ്രോൺസ്റ്റഡ് ആസിഡ് ആൻഡ് ബേസ് റെസ്പെക്റ്റീവ്. അപ്പൊ എന്താണ് ഇവരെ ലോറി ബ്രോൺസ്റ്റഡ് ആസിഡ് എന്നും ലോറി ബ്രോൺസ്റ്റഡ് ബേസ് എന്ന് നമ്മൾ വിളിക്കുന്നു. ഇൻ ദി റിവേഴ്സ് റിയാക്ഷൻ എന്താണ് തിരിച്ചുള്ള റിയാക്ഷൻ നോക്കാം. ഇതൊരു ഇക്വിലിബ്രിയം പ്രോസസ് ആണ്. അപ്പൊ തിരിച്ചുള്ള റിയാക്ഷനിൽ എന്താണ് NH4 പ്ലസ് ഒരു H പ്ലസിനെ ഡൊണേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ OH മൈനസ് NH4 പ്ലസ് ചെയ്യുന്ന H പ്ലസിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ OH മൈനസ് H പ്ലസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അത് ഇവിടുത്തെ ബേസ് ആണ്. പിന്നെ NH4 പ്ലസ് H പ്ലസിനെ ഡൊണേറ്റ് ചെയ്യുന്നതുകൊണ്ട് അത് ഇവിടുത്തെ ആസിഡ് ആണ്. അതാണ് ഇവിടെ പറയുന്നത്. ഇൻ ദിസ് കേസ് NH4 പ്ലസ് ആക്ട്സ് as a bronzed acid while OH acts as a bronzed base. The acid base pair that differs only by one proton is called a conjugate acid base pair. അപ്പോൾ എന്താണ് ഇവർ തമ്മിൽ ഇപ്പോൾ നോക്കാം NH3 പ്ലസ് NH3 H2 ഇവർ തമ്മിൽ എന്താണ് ഇവരൊരു പേരാണ് ആസിഡ് ബേസ്. ഇവിടെ ഒരു ആസിഡ് ബേസ് പേരാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ആസിഡ് ബേസ് പേരാണ്. ഈ രണ്ട് പേര് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇവർ തമ്മിൽ ഒരു H പ്ലസിന്റെ ഡിഫറൻസേ ഉള്ളൂ. ഇവിടെ നോക്കുകയാണെങ്കിൽ NH3 NH4 പ്ലസ് തമ്മിലാണെങ്കിൽ ഒരു H പ്ലസ് ഡിഫറൻസേ ഉള്ളൂ. H2യും OH മൈനസ് തമ്മിൽ എന്താണ് ഒരു H പ്ലസ് ഡിഫറൻസേ ഉള്ളൂ. ഇങ്ങനെയുള്ള പേഴ്സ് നമ്മൾ വിളിക്കുന്നതാണ് എന്ത് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ നമ്മൾ വിളിക്കുന്നത്. Therefore, OH minus is called the conjugate base of an acid H2O and NH4 plus is called the conjugate acid of the base NH3. അപ്പൊ എന്താണ് ഈ കേസിൽ OH എന്ന് പറയുന്നത് H2O പ്ലസിന്റെ കോൺജുഗേറ്റ് ബേസ് ആണ്. കാരണം അവർ തമ്മിൽ ഒറ്റ H പ്ലസിന്റെ ഡിഫറൻസേ ഉള്ളൂ. അതേപോലെ തന്നെ NH4 പ്ലസ് എന്ന് പറയുന്നത് NH3യുടെ കോൺജുഗേറ്റ് ആസിഡ് ആണ്. അവിടെ ഒരു H4 പ്ലസിന്റെ ഡിഫറൻസേ ഉള്ളൂ. ഓക്കെ. If bronzed acid is a strong acid, then the conjugate base is a weak base and vice versa. അപ്പൊ എന്താണ് നമ്മൾ റിയാക്ട് ചെയ്യുന്ന ആസിഡ് അല്ലെങ്കിൽ ബേസ് സ്ട്രോങ് ആണെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത് വീക്ക് ആയിരിക്കും. ഇപ്പൊ ഇവിടെ ഫോർ എക്സാമ്പിൾ NH3 എന്ന് പറയുന്ന ഒരു വീക്ക് ബേസ് ആണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന അവരുടെ കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സ്ട്രോങ് ആസിഡ് ആയിരിക്കും. ഓക്കെ. Consider the example of finance. അടുത്ത HCl ന്റെ എക്സാമ്പിൾ ആണ് പറയുന്നത്. എന്താണ് HCl acts as an acid by donating proton to its വാട്ടർ നമ്മൾ വെള്ളത്തിൽ കലക്കാണ്. ഇവിടെ എന്താണ് സംഭവിക്കുക? ഇവിടെ HCl ഇതിന്റെ H പ്ലസ് അയോണിനെ H2 എന്ന് കൊടുക്കുന്നു. ഓക്കെ. അപ്പൊ എന്തുണ്ടായി? H3O പ്ലസ് അയോണും ഉണ്ടായി, Cl മൈനസ് അയോണും ഉണ്ടായി. അപ്പൊ HCl എന്ന സ്ട്രോങ് ആസിഡിന്റെ കോൺജുഗേറ്റ് ബേസ് ആണ് Cl മൈനസ്. H2O എന്ന വീക്ക് ബേസിന്റെ കോൺജുഗേറ്റ് ആസിഡ് ആണ് H3O പ്ലസ്. It can be seen in the above equation that water acts as a base. അപ്പൊ എന്താണ് ഈ ഇക്വേഷനിൽ വാട്ടർ ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. കാരണം എന്താണ് HCl നിന്ന് H പ്ലസിനെ ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്തത്. പക്ഷെ നേരത്തെ ഇക്വേഷനിൽ എന്താണ് നോക്കുക, വാട്ടർ H പ്ലസിന് ഡൊണേറ്റ് ആണ് ചെയ്തത്. അപ്പൊ അവിടെ വാട്ടർ ആസിഡ് ആയിട്ടാണ് ആക്ട് ചെയ്തത്. The species H3O plus is produced when water accepts a proton from HCl. അപ്പൊ എന്താണ് വാട്ടർ HCl നിന്ന് ഒരു H പ്ലസ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് HCl എന്താണ് H3O plus എന്ന കോൺജുഗേറ്റ് ആസിഡ് ഉണ്ടായത്. Therefore, Cl minus is a conjugate base of HCl and HCl is the conjugate acid of base Cl minus. ഇപ്പൊ എന്താണ് Cl minus എന്ന് പറയുന്നത് HClന്റെ കോൺജുഗേറ്റ് ബേസ് ആണ്. HCl എന്ന് പറയുന്നത് Cl മൈനസിന്റെ കോൺജുഗേറ്റ് ആസിഡ് ആണ്. അതേപോലെ തന്നെ നമുക്ക് H2ന്റെ കേസിലും പറയാം എന്താണ് H3O പ്ലസ് എന്ന് പറയുന്നത് H2ന്റെ കോൺജുഗേറ്റ് ആസിഡ് ആണ്, അല്ലെങ്കിൽ H2O എന്ന് പറയുന്നത് H3O പ്ലസിന്റെ കോൺജുഗേറ്റ് ബേസ് ആണ്. It is interesting to observe that dual role of water as an acid and a base. അപ്പൊ നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ എന്താ വാട്ടർ ആസിഡ് ആയിട്ടും ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കണ്ടു. In case of reaction with HCl, water acts as a base, while in case of ammonia it acts as an acid. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ. അപ്പൊ ഓരോന്നിന്റെയും കോൺജുഗേറ്റ് ആസിഡും ബേസും നമ്മൾ ഇങ്ങനെ എഴുതാൻ അറിഞ്ഞിരിക്കും. ഓക്കെ. അടുത്ത നമുക്ക് പറയാനുള്ളത് ലൂയിസ് ആസിഡ് ആൻഡ് ബേസ്. അപ്പൊ നമ്മളിപ്പോ രണ്ട് കൺസെപ്റ്റ് പറഞ്ഞു ഓൾറെഡി. അറീനീസ് കൺസെപ്റ്റ്, ബ്രോൺസ്റ്റഡ് ലോറി കോൺസെപ്റ്റ് പറഞ്ഞ അടുത്ത ലൂയിസ് ആസിഡ് ബേസ് എന്താ നമുക്ക് നോക്കാം.
Jane Lewis in 1923 defined an acid as a species which accepts electron pair and base which donates an electron pair. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? ആസിഡ് എന്ന് വെച്ചാൽ ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ് എന്നും ബേസ് എന്ന് വെച്ചാൽ ഇലക്ട്രോൺ ഡോണേഴ്സ് എന്നുമാണ് ലൂയിസ് കൺസെപ്റ്റ് പറയുന്നത്. As far as the bases are concerned, there is not much difference between Bronsted-Lowry and Lewis concepts, as the base provides a lone pair in both the cases. എന്താണ് ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് ആയാലും ലൂയിസ് കൺസെപ്റ്റ് ആയാലും ബേസിന്റെ കൺസെപ്റ്റിൽ അവിടെ വ്യത്യാസമില്ല, കാരണം രണ്ടിനും ബേസ് ഒരു ലോൺ പെയർ കൊടുക്കുന്നുണ്ട്. However, in Lewis concept, many acids do not have proton. അപ്പോൾ ലൂയിസ് കൺസെപ്റ്റിൽ പല ലൂയിസ് ആസിഡ്സിനും പ്രോട്ടോൺസ് ഇല്ല. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് എന്താണ് BF3NH3 തമ്മിലുള്ള റിയാക്ഷൻ. ഇവിടെ നോക്കുകയാണെങ്കിൽ BF3NH3 തമ്മിലുള്ള റിയാക്ഷൻ ഇതാണ്. BF3NH3 അഡക്റ്റ് ഫോം ചെയ്യും. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? NH3 നിന്നൊരു ലോൺ പെയർ ഉപയോഗിച്ച് ഇവർ തമ്മിൽ ബോണ്ട് ഉണ്ടാക്കുന്നു. അപ്പൊ ഇവിടെ NH3 എന്നുള്ള ലോൺ പെയർ വാങ്ങുന്നതുകൊണ്ട് BF3 എന്താണ് ഇവിടുത്തെ ലൂയിസ് ആസിഡ് ആണ്. ഇവിടെ ഡോണർ എന്താണ് NH3 ഇലക്ട്രോൺ ഡോണർ ആയതുകൊണ്ട് NH3 എന്ന് പറയുന്നത് ഇവിടുത്തെ ലൂയിസ് ബേസ് ആണ്. ഓക്കെ, BF3 does not have a proton but still acts as an acid and reacts with NH3 by accepting its lone pair of electrons. Okay. Electron deficient species like AlCl3, CO3+, Mg2+, etc. can act as Lewis acids, while species like H2O, NH3OH- etc. can donate a pair of electron deficient species ആയിട്ടുള്ള AlCl3, CO3+, Mg2+, ഇതിൽ എന്താണ് ലൂയിസ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള H2O, NH3OH- ഇതെല്ലാം എന്താണ് ലൂയിസ് ബേസസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ അടുത്ത് നമുക്ക് പറയാനുള്ളത് അയണൈസേഷൻ ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. Arrhenius concept of acids and bases becomes useful in case of ionization of acids and bases, as most ionization in chemical and biological system occur in aqueous solution. അതാണ് ആസിഡിന്റെ ബേസിന്റെ അയണൈസേഷൻ പറയുമ്പോൾ എന്താ, നമ്മൾ അറീനിയസ് കൺസെപ്റ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. കാരണം മിക്കപ്പോഴും ഇവരെന്താണ് ഒരു അക്വസ് മീഡിയത്തിലായാലും ഇപ്പോഴും ഇത് എന്താണ് ഇവരുടെ ഡിസൊല്യൂഷൻ അല്ലെങ്കിൽ അയണൈസേഷൻ സംഭവിക്കുന്നത്. സ്ട്രോങ് ആസിഡ്സ് ലൈക്ക് പെർക്ലോറിക് ആസിഡ് HClO4, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഹൈഡ്രോബ്രോമിക് ആസിഡ്, HI, HNO3, H2SO4 ഇവരെല്ലാം എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്സ് ആണ്. കാരണം എന്താ ഇവര് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്യും. അതുകൊണ്ട് അവർ പ്രോട്ടോൺ ഡോണേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. സിമിലർലി സ്ട്രോങ് ബേസസ് ലൈക്ക് LiOH, NaOH, KOH, സീഷ്യം ഹൈഡ്രോക്സൈഡ്, ബേരിയം ഹൈഡ്രോക്സൈഡ് ഇവരെല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്ത് OH- അയൻസ് വരും. ഇവരെല്ലാം സ്ട്രോങ് ബേസസും ആണ്. According to Arrhenius concept, they are strong acids and bases as they are able to completely dissociate. അപ്പോൾ ഇവർ സ്ട്രോങ് ആസിഡ്സും സ്ട്രോങ് ബേസസും ആണ്, കാരണം ഒരു മൊത്തത്തിൽ ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. Alternatively, the strength of an acid or base may also be gauged in terms of Bronsted-Lowry concept of acids and bases, wherein a strong acid means a good proton donor and a strong base implies a good proton acceptor. എന്താണ് നമുക്ക് Bronsted-Lowry concept വെച്ചും സ്ട്രോങ് ആസിഡിന്റെ ബേസിനെ കാര്യം പറയാം. എങ്ങനെ സ്ട്രോങ് ആസിഡ് നല്ല പ്രോട്ടോൺ ആക്സെപ്റ്റർ ആയിരിക്കും ഒരു സ്ട്രോങ് ബേസ് എന്ന് പറയുന്നത്. ഒരു വീക്ക് ആസിഡിന്റെ ഡിസോസിയേഷൻ നമുക്ക് തന്നേക്കുന്നത് H2 ആയിട്ട് റിയാക്ട് ചെയ്ത് അതിന്റെ കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസും ഒക്കെ ഉണ്ടാവും. ആസിഡ് ഡിസോസിയേഷൻ ഇക്വിലിബ്രിയം ഈസ് ഡൈനാമിക് ഇൻവോൾവിംഗ് ട്രാൻസ്ഫർ ഓഫ് പ്രോട്ടോൺ ഇൻ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ഡയറക്ഷൻ. ഇപ്പൊ എന്താണ് ഇതൊരു വീക്ക് ആസിഡ് ഡിസോസിയേഷൻ ആയിട്ട് ഒരു ഇക്വിലിബ്രിയം ഉണ്ട്, രണ്ട് സൈഡിലോട്ട് H+ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട് ഒരേ സമയത്ത്. Now the question arises that if the equilibrium is dynamic, then with passage of time which direction is favored? ഇപ്പൊ ഇക്വിലിബ്രിയത്തിലായതുകൊണ്ട് ഏത് ഡയറക്ഷനിലോട്ടുള്ള പ്രോസസ് ആയിരിക്കും കൂടുതൽ ഫേവർ ചെയ്യുക, അതാണ് നമുക്ക് പറയാനുള്ളത്. Consider the two acids HA and H3O+ present in the above mentioned. ഇപ്പൊ എന്താണ് ഇവിടെ നമുക്ക് രണ്ട് ആസിഡ്സ് ഉണ്ട്, HAയും പിന്നെ കോൺജുഗേറ്റ് ആസിഡ് ഉണ്ടായിരിക്കുന്ന H3O+. ഇവിടെ രണ്ട് ആസിഡ്സ് ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, we have to see which among them is a stronger proton donor. Whichever exceeds in its tendency of donating a proton over the other shall be termed as the stronger acid, and the equilibrium will shift in the direction of the weaker acid. അപ്പൊ എന്താണ് ഇതിനകത്ത് സ്ട്രോങ്ങർ ആസിഡ് ഏതാണെന്ന് നമ്മൾ നോക്കണം. അപ്പൊ ഇതിനകത്ത് ഏറ്റവും നല്ല പ്രോട്ടോൺ ഡോണർ ഏതാണോ അതായിരിക്കും സ്ട്രോങ്ങർ ആസിഡ്. അപ്പൊ ഏറ്റവും നല്ല പ്രോട്ടോൺ ഡോണർ എന്തായിരിക്കും? പ്രോട്ടോൺ ഡൊണേറ്റ് ചെയ്ത്
അപ്പം ഒറ്റ സൈഡിൽ വീക്കർ ആസിഡ് ഉണ്ടാവും. അപ്പം റിയാക്ഷന്റെ രണ്ട് സൈഡിൽ രണ്ട് ആസിഡ്സ് ഉണ്ട്, സ്ട്രോങ് ആസിഡും ഒന്ന് സ്ട്രോങ് ഒന്ന് വീക്ക് ആണെങ്കിൽ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്ന എന്താണ് വീക്കർ ആസിഡ് ഡയറക്ഷനിലായിരിക്കും എന്താ പ്രൊസീഡ് ചെയ്യുക. കാരണം സ്ട്രോങ് ആൻഡ് ആസിഡ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ ഈ സൈഡിൽ നമ്മൾ നോക്കണമെങ്കിൽ എച്ച് ഒരു വീക്ക് ആസിഡ് ആണെങ്കിൽ ഈ റിയാക്ഷൻ കൂടുതൽ ഫോർവേഡ് ഡയറക്ഷനിലായിരിക്കും നടക്കുക. കാരണം ബാക്ക്വേർഡ് ഡയറക്ഷനിലായിരിക്കും നടക്കുക. കാരണം വീക്ക് ആസിഡിന് ഉണ്ടാകുന്ന അവിടെ പറയുന്നുണ്ട്, വെയിറ്റ്, whichever exceeds in a tendency of donating a proton over the other shall be termed as the stronger acid, and the equilibrium will shift in the direction of weaker acid. Say if HA is stronger acid than H3O plus, then HA will donate protons and not H3O plus. എന്താണ് ഇവിടെ പറയുന്നത്? ഇവിടെ HA H3O പ്ലസിനെക്കാളും സ്ട്രോങ് ആണെങ്കിൽ ഈ റിയാക്ഷൻ ഫോർവേഡ് നടക്കും, അല്ലെങ്കിൽ വീക്കർ സൈഡിലേക്കായിരിക്കും റിയാക്ഷൻ കൂടുതൽ നടക്കുക. ഇനി അതല്ല H3O പ്ലസ് ആണ് HAനെക്കാളും കൂടുതൽ സ്ട്രോങ്ങിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും കൂടുതൽ നടക്കുക എന്നാണ് പറയുന്നത്. The equilibrium moves in the direction of formation of weaker acid and weaker base because the stronger acid donates a proton to the stronger base. ഇപ്പൊ എന്താണ് എപ്പോഴും equilibrium weaker acid weaker base ഉണ്ടാകുന്ന ഡയറക്ഷനിൽ എന്താണ് മൂവ് ചെയ്യത്തുള്ളൂ. കാരണം സ്ട്രോങ്ങർ ആസിഡ് എപ്പോഴും സ്ട്രോങ്ങർ ബേസിലേക്ക് പ്രോട്ടോൺ ഡൊണേറ്റ് ചെയ്യും. It follows that as a strong acid dissociates completely in water, the resulting base found to be very weak. ഇപ്പൊ എന്താണ് സ്ട്രോങ് ആസിഡ് ഡിസോൾവ് ചെയ്ത് ഉണ്ടാകുന്ന വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബേസ് എന്താണ് ഒരു വീക്ക് ബേസ് ആയിരിക്കും. ഇപ്പൊ എന്താണ് ഇപ്പോഴും ഒരു ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണ്. സ്ട്രോങ് ആസിഡിൽ നിന്ന് ഉണ്ടാകുന്ന ബേസ് വീക്ക് ആയിരിക്കും, ഈ വീക്ക് ആസിഡിൽ നിന്നുണ്ടാകുന്ന കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത് സ്ട്രോങ് ആയിരിക്കും. ഇങ്ങനെ എപ്പോഴും ഒരു ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ഉണ്ട്, ഒരു ഇൻവേഴ്സ് റിലേഷൻ ഉണ്ടെന്ന് അറിയാം. Strong acids like perchloric acid, HCl, HBr, HA, HNO3, H2SO4 will give ഇവരുടെ എല്ലാം കോൺജുഗേറ്റ് ബേസ് എന്താണ് ഒരു H പ്ലസ് കളഞ്ഞാൽ ഉണ്ടാകുന്നതാണ് ഇവരുടെ എല്ലാം കോൺജുഗേറ്റ് ബേസ്. ഇത് സ്ട്രോങ് ആസിഡിൽ നിന്നുണ്ടായ കോൺജുഗേറ്റ് ബേസ് ആയതുകൊണ്ട് തന്നെ ഇവരെല്ലാം H2വിനേക്കാളും വീക്ക് ആയിട്ടുള്ള വീക്ക് ബേസ് ആയിരിക്കും. സിമിലർലി എ വെരി സ്ട്രോങ് ബേസ് വുഡ് ഗിവ് എ വെരി വീക്ക് കോൺജുഗേറ്റ് ആസിഡ്. അപ്പൊ ഒരു സ്ട്രോങ് ബേസ് എന്താണ് ഒരു H പ്ലസിനെ അക്സെപ്റ്റ് ചെയ്ത് ഉണ്ടായ കോൺജുഗേറ്റ് ആസിഡ്സ് അവരെല്ലാം എന്തായിരിക്കും വെരി വീക്ക് ആസിഡ്സ് ആയിരിക്കും. On the other hand, a weak acid, say HA, is only partially dissociated across media, and thus this solution mainly contains undissociated examples. Typical weak acids are കുറച്ച് weak acids എക്സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നത്. HNO2, HF, CH3COH. It should be noted that the weak acids have very strong conjugate, but weak acid very strong conjugate base. അപ്പോൾ ഇവരെല്ലാം weak acids ആണ്. ഇവരുടെ എല്ലാം കോൺജുഗേറ്റ് ബേസ് എങ്ങനെ ആയിരിക്കും ഒരു H പ്ലസിനെ കളയുക. ഇപ്പൊ എന്തൊക്കെയായിരിക്കും NO2 മൈനസ് F മൈനസ് CH3CO മൈനസ്. അതിന്റെ വേറെ കുറച്ച് എക്സാമ്പിൾസ് ആണ് തന്നിട്ടുള്ളത്. O2 മൈനസ് H മൈനസ്. ഇവരെല്ലാം എന്താണ് ഇവരെല്ലാം വീക്ക് ആസിഡ്സിന്റെ കോൺജുഗേറ്റ് ബേസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെന്തായിരിക്കും അവര് സ്ട്രോങ് കോൺജുഗേറ്റ് ബേസസ് ആയിരിക്കും. So they are much stronger bases than H2O. പിന്നെ കുറച്ച് വീക്ക് ആസിഡ്സിന്റെ എക്സാമ്പിൾസ് ആണ് എന്താണ് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ഫിനോൾഫ്തലീനും ബ്രോമോതൈമോൾ ബ്ലൂ എന്ന് പറയുന്നത്. ആസിഡ് ഇൻഡിക്കേറ്റർ ഫിനോക്സിൽ അല്ലെങ്കിൽ ബ്രോമോതൈമോൾ ബ്ലൂ വാട്ടറായിട്ട് റിയാക്ട് ചെയ്ത് എന്താണ് അവരുടെ കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസും ഉണ്ടാവും. ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻസിൽ ഇവർ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, അത് നമുക്ക് പറയുന്നത് അയനൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വാട്ടർ ആൻഡ് ഇറ്റ്സ് അയോണിക് പ്രൊഡക്റ്റ്. Some substances like water are unique in their ability of acting both as an acid and as a base. നമ്മൾ കണ്ടിരുന്ന ഓൾറെഡി അമോണിയ ആയിട്ടും HCl റിയാക്ഷനിൽ വാട്ടർ ആസിഡും ബേസും ആയിട്ട് റിയാക്ട് ചെയ്ത് നമ്മൾ കണ്ടു. In presence of an acid, HA it accepts a proton and acts as a base. ഇപ്പൊ എന്താണ് ഒരു ആസിഡുമായിട്ട് അത് ബേസ് ആയിട്ട് ആക്ട് ചെയ്യും, ബേസ് ആയിട്ട് അത് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യും. In pure water, one H2 molecule donates proton and acts as an acid, and another water molecule acts as a proton and acts as a base at the same time. ഇപ്പൊ എന്താണ് പ്യൂർ വാട്ടറിൽ ആസിഡായിട്ടും ബേസ് ആയിട്ടും ഒരേ സമയം വാട്ടർ ആക്ട് ചെയ്യുന്നുണ്ട്. അത് ഇക്വിലിബ്രിയത്തിലാണ് നിൽക്കുന്നത്. അത് നമ്മുടെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ വാട്ടർ മോളിക്യൂൾ എന്തായി ഒരു വാട്ടർ മോളിക്യൂളിൽ നിന്ന് വേറൊരു വാട്ടർ മോളിക്യൂൾ വേറെ വാട്ടർ മോളിക്യൂളിൽ നിന്ന് H പ്ലസിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ ഒരു മോളിക്യൂൾ ആസിഡായിട്ടും ഒരു മോളിക്യൂൾ ബേസ് ആയിട്ടും നിൽക്കുന്നു. അവിടെ കോൺജുഗേറ്റ് ആസിഡും ബേസും ഈ ഇക്വിലിബ്രിയം ഇവിടെ ഉണ്ടാവുന്നു.
ഈ ഈക്വിലിബ്രിയത്തിലുള്ള ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കെ നമുക്ക് എങ്ങനെ എടുക്കാം? കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ട്സ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. ഇവിടെ റിയാക്ടൻസിൽ എന്താ ഉള്ളത്? പ്യുവർ വാട്ടർ ആണ് ഉള്ളത്. അപ്പൊ അതിന്റെ കോൺസെൻട്രേഷൻ സെയിം എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു. അപ്പൊ ഈ H2 എന്താ? ഈ H2 നമ്മൾ ഡിനോമിനേറ്ററിൽ വരുന്ന ഈ H2 നമ്മൾ K ആയിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഒരു പുതിയ കോൺസ്റ്റന്റ് ഫോം ചെയ്യുന്നു. അതാണ് എന്ത്? അല്ലെങ്കിൽ K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2, അതാണ് എന്ത്? പുതിയൊരു കോൺസ്റ്റന്റ് നമ്മൾ ഉണ്ടാകുന്നില്ല. അതിനെ നമ്മൾ KW എന്ന് വിളിക്കുന്നു. അതിനെ നമ്മൾ അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നു. അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടറിന്റെ ഇക്വേഷൻ എന്താണ്? KW is equal to H3O plus into OH minus, അല്ലെങ്കിൽ H3O plus പകരം നമുക്ക് H plus വിടാം. രണ്ടും ഒരേ സാധനമാണ് പറയുന്നത്. The concentration of H plus has been found at experimentally as 10 raised to minus 7. അപ്പം എന്താണ്? H plus കോൺസെൻട്രേഷൻ H3O plus കോൺസെൻട്രേഷൻ 10 raised to minus 7 ആയിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഒന്നിന്റെ കോൺസെൻട്രേഷൻ എന്താണ്? 10 raised to minus 7 ആണെങ്കിൽ ഇത് 10 raised to minus 7 ആണെങ്കിൽ മറ്റൊന്ന് എന്താ? OH minus കോൺസെൻട്രേഷൻ 10 raised to minus 7 ആയിരിക്കും. കാരണം ഈക്വൽ നമ്പർ ഓഫ് H പ്ലസ് OH മൈനസ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പൊ എന്താവും? അപ്പൊ KWന്റെ വാല്യൂ എന്താവും? KWന്റെ വാല്യൂ H പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് വരും. എന്ന് വെച്ചാൽ 10 raised to minus 7 ഇൻറ്റു 10 raised to minus 7 എന്ന് വരും. അപ്പൊ KWന്റെ വാല്യൂ at 298 Kelvin എന്താണ്? 10 raised to minus 14 ആണ്. അപ്പൊ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, ഏതൊരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പറയുന്ന പോലെ തന്നെ KWന്റെ വാല്യൂ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ 298 കെൽവിനിലാണ് KWന്റെ വാല്യൂ 10 raised to minus 14 വരുന്നത്. ഓക്കെ. The density of pure water is 1000 gram per liter. അറിയാം ഡെൻസിറ്റി 1 gram per ml അല്ലെങ്കിൽ 1000 gram per liter. അതിന്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 18 gram per mol ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മൊളാരിറ്റി കണ്ടുപിടിക്കാം. മൊളാരിറ്റി എന്ന നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം ഇൻ ലിറ്റർ ആണ്. അപ്പൊ അവിടെ നമുക്ക് മൊളാരിറ്റി ഓഫ് വാട്ടർ നമുക്ക് 55.55 എന്ന് കിട്ടും. Therefore, the ratio of dissociated water to that of undissociated water can be. ഇപ്പൊ ഡിസോസിയേറ്റഡ് വാട്ടർ നമുക്കറിയാം 1 ലിറ്റർ വെള്ളത്തിൽ എത്ര H പ്ലസ് ഉണ്ട്, OH മൈനസ് ഉണ്ട്, എത്ര വാട്ടർ മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്തു നമുക്കറിയാം. 10 raised to minus 7 വാട്ടർ മോളിക്യൂൾസ് ഡിസോസിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് 10 raised to minus 7 H പ്ലസും പ്ലസ് 10 raised to minus 7 OH മൈനസ് കിട്ടുന്നത്. അപ്പം 1 ലിറ്റർ വെള്ളം നമുക്ക് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 10 raised to minus 7 മോളിക്യൂൾസ് ആണ് ഡിസോസിയേറ്റ് ചെയ്ത് കിട്ടുന്നത്. അപ്പൊ അതാണ് എന്റെ കോൺസെൻട്രേഷൻ. അപ്പൊ റേഷ്യോ ഓഫ് ഡിസോസിയേറ്റഡ് വാട്ടർ ഓഫ് അൺഡിസോസിയേറ്റഡ് വാട്ടർ എന്ത് വരും? അതാണ് ഇവിടെ തന്നിരിക്കുന്നത് 10 raised to minus 7 by 55.55. രണ്ടിന്റെയും കോൺസെൻട്രേഷൻ അവിടെ തന്നേക്കുന്നത്. ഇതിന്റെ വാല്യൂ തന്നേക്കുന്നത് എത്ര? ഓൾമോസ്റ്റ് 2 into 10 raised to minus 7 ആണ് തന്നേക്കുന്നത്. -9. Thus equilibrium lies mainly towards undissociated. Undissociated water ഡയറക്ഷനിലോട്ടാണ് equilibrium കൂടുതൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ ഒരു സാധനം അസിഡിക് ആണോ ബേസിക് ആണോ ന്യൂട്രൽ ആണോ നമ്മൾ എങ്ങനെ പറയാ? H3O പ്ലസിന്റെ കോൺസെൻട്രേഷൻ ആണ് OH മൈനസിനേക്കാളും കൂടുതലെങ്കിൽ അത് ആസിഡിക് ആണ്. രണ്ട് ഈക്വൽ ആണെങ്കിൽ ന്യൂട്രൽ ആണ്. OH മൈനസ് കൂടുതലാണെങ്കിൽ ബേസിക് ആണ്. നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. ഇനി അടുത്ത നമുക്ക് പറയാനുള്ളത് pH സ്കെയിൽ ആണ്. ഇപ്പൊ എന്താണ് pH സ്കെയിൽ? ഹൈഡ്രോണിയം അയൺ കോൺസെൻട്രേഷൻ ഇൻ മൊളാരിറ്റി ഈസ് സ്മോൾ കൺവീനിയന്റ്ലി എക്സ്പ്രസ്ഡ് ഓൺ എ ലോഗരിതമിക് സ്കെയിൽ നോൺ ആസ് pH സ്കെയിൽ. ഇപ്പൊ എന്താണ് ഹൈഡ്രജൻ അയൺ, ഹൈഡ്രോണിയം അയൺ അല്ലെങ്കിൽ H പ്ലസ് അയൺ കോൺസെൻട്രേഷൻ പറയാൻ വേണ്ടി എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്കെയിലാണ് pH സ്കെയിൽ എന്ന് പറയുന്നത്. The pH of a solution is defined as the negative logarithm to a base of the activity of hydrogen. ഇപ്പൊ എന്താണ് pH എന്ന് പറയുന്നത്? pH എന്ന് പറയുന്നത് നെഗറ്റീവ് ലോഗറിതം മൈനസ് ലോഗ് ടു ബേസ് 10 of the activity of hydrogen ആണ്. അപ്പം ഹൈഡ്രജൻ അയണിന്റെ ആക്ടിവിറ്റിയുടെ ബേസ് 10 നെഗറ്റീവ് ലോഗ് ആയിട്ട് നമ്മൾ pH എടുക്കുന്നത്. അതാണ് ഇവിടെ തന്നേക്കുന്നത്. ഇൻ ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ലെസ് ദാൻ 0.01 മോളാർ. Activity of hydrogen ion is equal in magnitude molarity represented by H plus. The activity of hydrogen ion നമുക്ക് എങ്ങനെ എഴുതാം? Concentration of H plus എന്ന് നമുക്ക് എഴുതാം. അവിടെ നമുക്ക് pH ന്റെ ഇക്വേഷൻ നമുക്ക് മൈനസ് ലോഗ് H പ്ലസ് എന്നിട്ട് നെക്സ്റ്റ് എന്താ മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് നമുക്ക് കിട്ടും. അപ്പൊ അതാണ് എന്ത് pH ന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. Thus an acidic solution of HCl 10 raised to minus 2 molar. അപ്പൊ HCl ന്റെ കോൺസെൻട്രേഷൻ 10 raised to minus 2 molar ആണെങ്കിൽ H പ്ലസ് ന്റെ കോൺസെൻട്രേഷനും 10 raised to minus 2 molar ആയിരിക്കും. കാരണം HCl എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ആസിഡ് ആണ്. അത് ഡിസോസിയേറ്റ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്യും. അപ്പൊ H പ്ലസ് ന്റെ കോൺസെൻട്രേഷൻ 10 raised to minus 2 മോൾ വരും.
അപ്പൊ പി എച്ചിന്റെ വാല്യൂ എന്ത് വരും? പി എച്ചിന്റെ വാല്യൂ മൈനസ് ലോഗ് 10⁻²- എന്ന് വരും. എന്ന് വെച്ചാൽ പി എച്ച് മൈനസ് ഓഫ് -2 2 ആവും. ഓക്കെ, അങ്ങനെ നമ്മൾ പി എച്ച് കണ്ടുപിടിക്കുന്നത്. അതേപോലെ തന്നെ ബേസിക് സൊല്യൂഷൻ ഹാവിംഗ് OH മൈനസ് കോൺസെൻട്രേഷൻ. ഇപ്പൊ OH മൈനസ് കോൺസെൻട്രേഷൻ 10⁻⁴ ആയാലും എന്ത് വരും? നമുക്കിവിടെ OH മൈനസ് കോൺസെൻട്രേഷൻ 10⁻⁴ ആണ്. നമുക്കറിയാം H പ്ലസ് ഇൻറ്റു OH മൈനസ് അപ്പൊ എന്താവും? നമുക്കറിയാം എന്താണ് 10⁻⁴ ആണ് നമുക്കറിയാം. അപ്പൊ H പ്ലസ് കോൺസെൻട്രേഷൻ എന്താവും? 10⁻⁴/10⁻⁴ എന്ന് വരും. എന്ന് വെച്ചാൽ H പ്ലസ് കോൺസെൻട്രേഷൻ അപ്പം 10⁻⁻10 എന്ന് വരും. അപ്പൊ നമുക്കറിയാം എന്താണ് പി എച്ച് എന്ന് വെച്ചാൽ മൈനസ് ഓഫ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ആണ്. എന്ന് വെച്ചാൽ മൈനസ് ഓഫ് ലോഗ് 10⁻⁻10 എന്ന് വരും. എന്ന് വെച്ചാൽ മൈനസ് ഓഫ് -10 10 എന്ന് വരും. ഓക്കെ, അപ്പൊ OH മൈനസ് കോൺസെൻട്രേഷൻ തന്നാലും H പ്ലസ് കോൺസെൻട്രേഷൻ തന്നാലും നമുക്ക് അതിൽ നിന്ന് പി എച്ച് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം നമുക്ക് OH മൈനസ് കോൺസെൻട്രേഷൻ തന്നെന്ന് വിചാരിക്കാം. OH മൈനസ് കോൺസെൻട്രേഷൻ നമുക്ക് ഇപ്പോൾ എത്ര തന്നേക്കുന്നത്? 10⁻⁻4 തന്നത്. അപ്പൊ POH നമുക്ക് എടുക്കാം. POH അപ്പൊ എന്ത് വരും? ഇവിടെ POH 4 എന്ന് വരും. അപ്പൊ ഇങ്ങനെ ആലോചിക്കുക, PH പ്ലസ് POH എന്ന് പറയുന്നത് 14 വരും. അങ്ങനെയാണെങ്കിൽ PH എന്ത് വരും? 14 - 4 എന്ന് വരും. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് OH കോൺസെൻട്രേഷൻ തന്നാൽ PH കണ്ടുപിടിക്കും. ഓക്കെ, acidic solution possesses a concentration of hydrogen ions greater than 10⁻⁻7. അപ്പൊ 10⁻⁻7 മോളാറിന് മേലെ acidic solution എന്താണ്? ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ ഉള്ളവരെ നമ്മൾ ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. വെച്ചാൽ PH less than 7 വരുന്നത് ആസിഡ്സ് ആണ്. H പ്ലസ് കോൺസെൻട്രേഷൻ 10⁻⁻7 താഴെ പോയാൽ എന്താണ്? അവർ ബേസ് ആണ്. അല്ലെങ്കിൽ PH ഗ്രേറ്റർ ദാൻ 7 വരുന്നത് ബേസ് ആണ്. PH 7 വരുന്നത് ന്യൂട്രൽ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തറിയാം എന്താണ്? again consider the equation. പിന്നെ നേരത്തെ പറഞ്ഞ സാധനമാണ് എന്താണ്? KW 10⁻⁻14 നമുക്കറിയാം. H പ്ലസ് ഇൻറ്റു OH മൈനസ് ആണ്. അവിടെ നമുക്ക് PKW യുടെ വാല്യൂ എന്ത് കിട്ടും? PH പ്ലസ് POH എന്ന് കിട്ടും. അതാണ് 14. PKW ന്റെ വാല്യൂ നമ്മൾ നേരത്തെ ഇവിടെ 14 ആയിട്ട് എടുത്തത് ഈ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, PKW is a very important quantity for aqueous solutions of and controls the relative concentration of hydrogen and hydroxyl ions as the product is a constant. It should be noted that as the pH scale is logarithmic, a change in pH by just 1 unit also means change in H plus concentration by a factor of 10. എന്ന് വെച്ചാൽ എന്താണ്? PH 5ഉം 6ഉം ആലോചിക്കാം. അപ്പൊ ഇതിനർത്ഥം എന്താ? 5 എന്ന് വെച്ചാൽ എന്താ? 5ന് 10 times more concentration of H plus ഉണ്ട് 6-നേക്കാളും. കാരണം ഇതൊരു ലോഗരിതമിക് സ്കെയിൽ ആയതുകൊണ്ട് ഫാക്ടർ ഓഫ് 10 വ്യത്യാസം അവിടെ വരും. അതേപോലെ തന്നെ PH 2 യൂണിറ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ എന്താണ്? 100 times H plus കോൺസെൻട്രേഷൻ അവിടെ വ്യത്യാസം വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ PH യൂണിറ്റ് ഒന്നാണ് മാറുന്നെങ്കിലും ഫാക്ടർ ഓഫ് 10 അവിടെ മാറുന്നുണ്ടെന്നുള്ള ലോജിക് അവിടെ വരണം. ഓക്കെ, 10 times കോൺസെൻട്രേഷൻ ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. Measurement of pH of a solution is very essential as its value should be known when dealing with biological and cosmetic. ഇപ്പൊ എന്താണ്? PH വാല്യൂ, PH മെഷർമെന്റ് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ PH നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് PH പേപ്പർ ആണ്. ഇതൊരു PH പേപ്പർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് പലതരം PH പേപ്പർ ഉണ്ട്, പല കളർ കോഡും ഉണ്ട്. ഇപ്പൊ കളർ കമ്പയർ ചെയ്ത് നമുക്ക് ഏത് PH ആണ് നമുക്ക് പറയാം. ഓക്കെ, കൂടുതൽ ആക്യുറസിയിൽ നമുക്ക് PH കിട്ടാൻ വേണ്ടി നമ്മൾ PH മീറ്റേഴ്സും ഉപയോഗിക്കാറ്. ഇപ്പൊ ലാബിലൊക്കെ നമ്മൾ സാധാരണ PH പേപ്പർ ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ആക്യുറേറ്റ് ആയിട്ട് PH കിട്ടാൻ നമ്മൾ PH മീറ്റേഴ്സ് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇവിടെ കുറച്ച് സബ്സ്റ്റൻസിന്റെ കോമൺ സബ്സ്റ്റൻസിന്റെ PH തന്നിട്ടുണ്ട്. അതിന്റെ ടേബിൾ ആക്കി ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി പറയാനുള്ളത് അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ആസിഡ്സ്. അതിനെ നമ്മൾ KA വെച്ച് ഡിനോട്ട് ചെയ്യും. അതെങ്ങനെ കണ്ടുപിടിക്കുന്നു? കൺസിഡർ എ വീക്ക് ആസിഡ് HX that is partially ionized in the aqueous solution. ഇപ്പൊ നമുക്ക് വീക്ക് ആസിഡിന്റെ ആദ്യത്തെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ C ആയിട്ട് എടുക്കാം. ഇപ്പൊ റിയാക്ഷൻ തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പൊ C പ്രൊഡക്ട്സിന്റെ കോൺസെൻട്രേഷൻ എന്താ? C ആവും. എന്താണ്? 0 ആയി പോകും.
അപ്പൊ ഇവിടെ ആൽഫ എന്താണ്? ഇവിടെ ആൽഫ എക്സ്റ്റെന്റ് ഓഫ് അയനൈസേഷൻ ആണ്. അല്ലെങ്കിൽ എത്ര പ്രൊപ്പോർഷൻ അയനൈസ് ചെയ്യും, തന്നേക്കുന്നതിൽ എത്ര അയനൈസ് ചെയ്യും എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ സി ആൽഫ റിയാക്ട് ചെയ്തു. അപ്പൊ ആൽഫ എന്ന് പറയുന്നത് ഒരുമാതിരി എന്താണ്, ഒരു പെർസെന്റേജ് ടേം ആണ്. അതുകൊണ്ടാണ് എന്താണ് സി ആൽഫ വരുന്നത്. ഇപ്പൊ സി ആൽഫ എന്ന് പറയുന്നത് ഒരു പ്രൊപ്പോർഷൻ ആണ്. അപ്പൊ സി ആൽഫ റിയാക്ട് ചെയ്താൽ, ഇവിടുന്ന് സി ആൽഫ റിയാക്ട് ചെയ്താൽ പ്രൊഡക്റ്റ് എത്ര ഉണ്ടാവും? സി ആൽഫ തന്നെ ഉണ്ടാവും. കാരണം സ്റ്റോയിയോമെട്രി വെച്ച് എല്ലാം 1 ആണ്, ഒറ്റ സി ആൽഫ ഉണ്ടാകത്തുള്ളൂ. ഇവിടെ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ വരും. കെയുടെ വാല്യൂ എന്ത് വരും? കെ ഈക്വൽ ടു സി ആൽഫ ഇൻറ്റു സി ആൽഫ ബൈ സി ഇൻറ്റു 1 മൈനസ് ആൽഫ എന്ന് വരും അല്ലേ. അപ്പൊ സിയും സിയും കൂടെ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരും കെയുടെ വാല്യൂ സി ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ എന്ന് വരും. അതാണ് ഇവിടെ വന്നേക്കുന്നത്, സി ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ്. അപ്പൊ അവിടെ ഈ കെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? ഡിസോസിയേഷൻ ഓർ അയനൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ആസിഡ്. അപ്പൊ കെ നമുക്ക് ഇങ്ങനെ എഴുതാം, എന്താണ്? കെ ഈക്വൽ ടു എച്ച് പ്ലസ് ഇൻറ്റു എക്സ് മൈനസ്. ഇവിടുത്തെ പ്രൊഡക്റ്റ് ബൈ ഇവിടുത്തെ റിയാക്ടന്റ്. വാട്ടർ നമ്മൾ എടുക്കത്തില്ല, പ്യൂർ ലിക്വിഡ് ആയിട്ട് നമ്മൾ എടുക്കത്തില്ല. ഡിനോമിനേറ്ററിൽ നമ്മുടെ റിയാക്ടന്റ് ആയിട്ടുള്ള എച്ച് എക്സ് മാത്രമേ വരത്തുള്ളൂ. At a given temperature T, Ka is the measure of the strength of the acid. അപ്പോൾ ഒരു ടെമ്പറേച്ചറിൽ ഒരു ആസിഡ്, ഒരു വീക്ക് ആസിഡിന്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ Ka ഉപയോഗിക്കുന്നത്. അപ്പൊ കെയുടെ വാല്യൂ വലുതാവും തോറും വീക്ക് ആസിഡിന്റെ സ്ട്രെങ്ത്തും കൂടുതലായി. K is a dimensionless quantity with standard state concentration of all species. അപ്പൊ എന്താണ്? K എന്ന് പറയുന്നത് ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. ഇപ്പൊ കുറച്ച് വീക്ക് ആസിഡ്സിന്റെ അയനൈസേഷൻ കോൺസ്റ്റന്റ് കെയുടെ വാല്യൂസ് തന്നിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ കെയുടെ വാല്യൂ കൂടുന്തോറും ആസിഡ് സ്ട്രെങ്ത്തും കൂടും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള വീക്ക് ആസിഡ് ഏതാണ്? അത് ഡെസിമൽ നോക്കാം. അപ്പൊ ഏറ്റവും ചെറിയ ഡെസിമൽ ഉള്ളതായിരിക്കും വലുത്. അപ്പൊ ഇവിടെ ഏറ്റവും ചെറിയ ഡെസിമലുള്ള 3 എണ്ണം, 10⁻⁴ ആണ് 3 എണ്ണം ഉള്ളത്. അതിനകത്ത് ഏറ്റവും വലുത് ഏതാണ്? 4.5 ഉള്ള നൈട്രസ് ആസിഡ് ആണ് ഇവിടെ ഏറ്റവും അസിഡിക് സ്ട്രെങ്ത് ഉള്ളത്. ഓക്കെ, നമ്മള് പി എച്ച് പറയുന്ന പോലെ തന്നെ പി കെ എയും പറയാം അല്ലേ. നമ്മൾ പി എച്ച് കണ്ടു. പി എച്ച് കുറയും തോറും 7 താഴെ കൂടുന്തോറും എന്തായി? അസിഡിക് സ്ട്രെങ്ത് കൂടുന്നതായിട്ട് നമ്മൾ കണ്ടു അല്ലേ. അതേപോലെ തന്നെ പി കെയും, പി കെയുടെ വാല്യൂ കുറയും തോറും അസിഡിക് സ്ട്രെങ്ത്തും കൂടും. ഓക്കെ, ഇപ്പൊ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ പി എച്ച് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ വഴി ചെയ്ത് നോക്കാം. എന്താണ്? ദ അയനൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് HF is 3.2 into 10⁻⁻⁴. Calculate the degree of dissociation of HF in its 0.02 molar solution. ഓക്കെ, അപ്പൊ നമുക്ക് HF-ന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 0.02 മോളാർ. അപ്പൊ നമുക്ക് HF-നെ ആദ്യം ഡിസോസിയേറ്റ് ചെയ്യിക്കണം. HF H2 ആയിട്ട് റിയാക്ട് ചെയ്ത് എന്ത് വരും? H3O പ്ലസും F മൈനസും ഫോം ചെയ്യും അല്ലേ. HF-ന്റെ കോൺജുഗേറ്റ് ബേസ് ആണ് F മൈനസ്, H2-ന്റെ കോൺജുഗേറ്റ് ആസിഡ് ആണ് H3O പ്ലസ്. അപ്പം HF-ന്റെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എത്രയാണ്? 0.02 ആണ്. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? H3O പ്ലസിന്റെയും F മൈനസ് HF-ന്റെയും ഇതിനെല്ലാം എന്താണ്? കോൺസെൻട്രേഷനെ കണ്ടുപിടിക്കണം, സൊല്യൂഷന്റെ പി എച്ചിനെ കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ 2 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. എന്താ? HF-ഉം H2O പ്ലസ് ആയിട്ട് H3O പ്ലസ് F മൈനസ് ഉണ്ടാവാം, പിന്നെ 2 വാട്ടർ മോളിക്യൂൾ തമ്മിൽ ഉണ്ടാവും. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ K വാല്യൂ കൂടുതൽ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ ആണ് നമ്മൾ പ്രിൻസിപ്പൽ റിയാക്ഷൻ ആയിട്ട് ചൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 0.02 ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ എന്താവും? പ്രൊഡക്ട്സിന്റെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 0 ആയിരിക്കും. ഈ 0.02 ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് നമുക്ക് അറിഞ്ഞുകൂടാം. അപ്പൊ അതിന്റെ 0.02 ആൽഫ നമ്മൾ സി മൈനസ് സി ആൽഫ എടുത്ത പോലെ തന്നെ അതെന്ത് വരും? ഇവിടെ 0.02 ആൽഫ ഉണ്ടാവും. 0.02 ആൽഫ കമ്പയർ ചെയ്യാൻ വേണ്ടി മേലോട്ട് എഴുതാം. സി മൈനസ് സി ആൽഫ നമുക്ക് സി ആൽഫയും തരും. ഇവിടുത്തെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 0.02 ആൽഫ സ്ക്വയർ അത് ഡിവൈഡഡ് ബൈ 0.02 ഇൻറ്റു 1 മൈനസ് ആൽഫ വരും. എന്ന് വെച്ചാൽ ഇത് 0.02 ഇവിടുത്തെ മേലത്ത് ഒരു 0.02 സ്ക്വയർ അല്ലേ വേണം. ഇങ്ങനെയാണ് വരിക. എന്ന് വെച്ചാൽ 0.02 ആൽഫ സ്ക്വയർ എന്ന് പറയുന്നത്
ബൈ 1 മൈനസ് ആൽഫ. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് വാല്യൂ തന്നിട്ടുണ്ട് എത്രയാ? 3.2 into 10⁻⁻⁴ എന്ന് തന്നിട്ടുണ്ട്. ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ ഇതിങ്ങോട്ട് ക്രോസ് ചെയ്ത് നമുക്ക് ആൽഫ ഒരു ആൽഫ സ്ക്വയർ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അതിൽ നമുക്ക് ആൽഫ സോൾവ് ചെയ്ത് കിട്ടുമ്പോൾ എത്രയാണ്? 0.12 കിട്ടും. ആൽഫ 0.12 കിട്ടി. ഓക്കെ, ആൽഫ 0.12 കിട്ടിയാൽ നമുക്കറിയാം ഓരോന്നിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാം. ഇപ്പൊ എച്ച് എഫിന്റെ കോൺസെൻട്രേഷൻ വരും 0.02 മൈനസ് 0.02ന്റെ ആൽഫയാണ്. അതെന്ത് വരും? നമുക്കിവിടെ വാല്യൂസ് തന്നിട്ടുണ്ട്. 17.6 into 10⁻⁻³ എന്ന് വരും. പിന്നെ ഇതിന് രണ്ടിന്റെയും 0.2 ആൽഫയാണ് കോൺസെൻട്രേഷൻ. H3O പ്ലസ് F മൈനസ് അതിന്റെ വാല്യൂ 2.4 into 10⁻⁻³ എന്ന് വരും. H പ്ലസ് കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടി. H3O പ്ലസ് കോൺസെൻട്രേഷൻ തന്നെയാണ് H പ്ലസ് കോൺസെൻട്രേഷൻ. അപ്പൊ എന്ത് വരും? പി എച്ച് എന്ന് വെച്ചാൽ മൈനസ് ഓഫ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് എത്ര? 2.4 into 10⁻⁻³ എന്ന് വരും. അവിടെ നിന്ന് പി എച്ച് നമുക്ക് 2.62 എന്ന് വരും. ഓക്കെ, ഇങ്ങനെ നമുക്ക് എല്ലാത്തിന്റെയും പി എച്ചും ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ എല്ലാം സാധാരണ ചെയ്യുന്ന പോലെ തന്നെ, പക്ഷെ ഇവിടെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് നമ്മൾ എടുത്തത് അത്രേ ഉള്ളൂ വ്യത്യാസം. അയോണിക് കോൺസ്റ്റന്റ് ആൽഫ വെച്ചാൽ നമ്മൾ എടുക്കുന്നത്. നമ്മൾ സാധാരണ അല്ലാണ്ട് എടുക്കുകയാണെങ്കിൽ ഇത്ര ഭാഗം നമ്മൾ സാധാരണ കോവാലന്റ് കോമ്പൗണ്ട്സ് എടുക്കുമ്പോൾ ഇത്ര ഭാഗം ഡിസോസിയേറ്റ് ചെയ്തു, ഈ ഡിസോസിയേറ്റിൽ ഇത്ര ഭാഗം റിയാക്ട് ചെയ്തു, ഇത്രയും അൺറിയേറ്റഡ് ആയിട്ട് എടുക്കുന്നു. ആ ഒരു ലോജിക് വെച്ച് എടുത്തത്. ഇവിടെ സി ആൽഫ എല്ലാവരും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അതേ ഉള്ളൂ ഇവിടുത്തെ വ്യത്യാസമാണ്. അടുത്ത പറയുന്നത് അയനൈസേഷൻ ഓഫ് വീക്ക് ബേസ്. അപ്പൊ നമ്മളിപ്പോ വീക്ക് ആസിഡിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ വീക്ക് ബേസ് നമുക്ക് ഇത്രയും പറയാം. അപ്പൊ കെ എക്ക് പകരം നമുക്ക് അവിടെ കെ ബി അല്ലെങ്കിൽ ബേസ് അയനൈസേഷൻ കോൺസ്റ്റന്റ് എടുക്കാം. അപ്പൊ കെ ബിയുടെ വാല്യൂ എന്ത് വരും? കെ ബി ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എം പ്ലസ് ഇൻറ്റു OH മൈനസ് ബൈ കോൺസെൻട്രേഷൻ എം OH വരും. ഓക്കെ, അവിടുത്തെ കെ ബിയുടെ ഇക്വേഷൻ ഇതേപോലെ തന്നെ വരും. കെ ബി ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ആൽഫ. പിന്നെ കുറച്ച് വീക്ക് ബേസിന്റെ കെ ബി വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ കെ ബിയുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് ബേസിക് സ്ട്രെങ്ത്തും കൂടി വരും. ഓക്കെ, അതേപോലെ തന്നെ പി കെ ബിയുടെ വാല്യൂ കുറയും തോറും ബേസിക് സ്ട്രെങ്ത് കൂടും. ഇതെല്ലാം നമുക്ക് പറയാം. നമുക്ക് പറയാനുള്ളത് റിലേഷൻ ബിറ്റ്വീൻ കെ എയും കെ ബി. അപ്പൊ കെ എയും കെ ബി തമ്മിലുള്ള റിലേഷൻ പറയാം. seen earlier in this chapter, K and Kb represent the strength of an acid and a base respectively. ഒരു ആസിഡിന്റെയും ബേസിന്റെയും സ്ട്രെങ്ത്തിനെ കാണിക്കാനുള്ള ഉപയോഗിക്കുന്നതാണ് നമ്മൾ കെയും കെ ബിയും. കെ വീക്ക് ആസിഡ് ഉണ്ട്, കെ ബി വീക്ക് ബേസ് ഉണ്ട്. ഇൻ കേസ് ഓഫ് എ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ, അപ്പോൾ ഒരു കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ ഉണ്ടെങ്കിൽ they are related in a simple manner so that one is shown the other can be reduced. ഇപ്പൊ എന്താണ്? നമുക്ക് NH4 പ്ലസ് H2 നമ്മൾ റിയാക്ഷൻ എന്തായി? H3O പ്ലസും NH3 ഉണ്ട് എന്ന് വെച്ചാൽ ഇവിടെ ആദ്യത്തെ കേസിൽ NH4 പ്ലസ് എന്താണ് ആസിഡ് ആയിട്ടാണ് റിയാക്ട് ചെയ്തത്. കാരണം അത് H പ്ലസിന് എന്താണ് H2ന് ഡൊണേറ്റ് ചെയ്തു അല്ലേ? ഒരു H പ്ലസിന് ഡൊണേറ്റ് ചെയ്തു, H3O പ്ലസ് ആയി. അവിടുത്തെ കെ വാല്യൂ നമുക്ക് കിട്ടിയത്ര 5.6 into 10⁻⁻². ഇനി രണ്ടാമത്തെ റിയാക്ഷനിൽ NH3 എന്തായി? H2ൽ നിന്ന് ഒരു H പ്ലസിനെ അക്സെപ്റ്റ് ചെയ്തു. ഇപ്പൊ NH3 ഇവിടെ ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ കെ ബി വാല്യൂ എന്തായി? 1.8 into 10⁻⁵ എന്ന് കിട്ടി. എന്നിട്ട് നമ്മൾ ഈ രണ്ട് റിയാക്ഷനും കൂടെ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഈ ഫസ്റ്റ് റിയാക്ഷനും ഈ സെക്കൻഡ് റിയാക്ഷനും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് നെറ്റ് റിയാക്ഷൻ കിട്ടുന്നത് ഈ തേർഡ് റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പോഴത്തെ KW വാല്യൂ എന്താ? H3 പ്ലസ്. അപ്പോൾ അത് വാട്ടർ മാത്രം റിയാക്ഷൻ ഉണ്ട്, KW എടുത്തു, അത് 10⁻⁴ എന്ന് കിട്ടി. ഇപ്പൊ ഇവിടെ K എന്ന് പറയുന്നത് NH3യുടെ K എന്താണ് ആസിഡ് ആയിട്ടുള്ള സ്ട്രെങ്ത്, KB എന്ന് പറയുന്നത് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ സ്ട്രെങ്ത്. ഇപ്പൊ നെറ്റ് റിയാക്ഷൻ നമുക്ക് കിട്ടി എന്താണ്? കെ നെറ്റ് റിയാക്ഷൻ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ? KW ആണ് കിട്ടിയത്. അപ്പൊ അത് നമുക്ക് മനസ്സിലായി K into KB എന്ന് പറയുന്നത് എന്താണ്? KW ആണ് നമുക്ക് മനസ്സിലായി. കെയുടെ ഇക്വേഷൻ നമ്മൾ എഴുതി, KBയുടെ എന്ന ഇക്വേഷൻ നമ്മൾ എഴുതി, അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് KW കിട്ടി. എന്ന് വെച്ചാൽ KA into KB എന്ന് പറയുന്നത് KW ആണ്. ഓക്കെ, അപ്പം ഒരു സബ്സ്റ്റൻസിന്റെ K വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് അതിന്റെ KB വാല്യൂ നമുക്ക് അത് ഈ ഇക്വേഷനിൽ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ ആലോചിക്കുക, KW എന്നുള്ളത് 10⁻⁴ വരുന്നത് 298 കെൽവിനുള്ളതാണ്. അപ്പൊ ആലോചിക്കുക, ഒരു ആസിഡ് അത് സ്ട്രോങ് ആസിഡ് ആണെങ്കിൽ എന്താണ്? K വാല്യൂ വളരെ ഹൈ ആയിരിക്കും. K വാല്യൂ വളരെ ഹൈ ആയാലും എന്താണ്? ഓബിയസ്ലി ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി KB വാല്യൂ അത്രയും ചെറുതായിരിക്കും. സ്ട്രോങ് ബേസിന്റെ കാര്യം പറയുമ്പോൾ അങ്ങനെയാണ്, KB വാല്യൂ ഭയങ്കര ഹൈ ആയിരിക്കും, K വാല്യൂ വളരെ ചെറുതായിരിക്കും. ഓക്കെ, അപ്പൊ K into KB നമുക്ക് KW കിട്ടി. അതേപോലെ തന്നെ രണ്ട് സൈഡിൽ നമ്മൾ നെഗറ്റീവ്
ലോഗരിതം എടുത്താലും വെച്ചാൽ നമ്മൾ പി കെ ബി വാല്യൂ കൊണ്ടുവരാൻ നോക്കുകയാണ്. അപ്പൊ അങ്ങനെ എടുത്താൽ നമുക്ക് വേറൊരു ഫോർമുലയും കിട്ടും. എന്താണ്? പി കെ പ്ലസ് പി കെ ബി ഈക്വൽ ടു പി കെ ഡബ്ല്യു എന്ന് നമുക്ക് കിട്ടും. അറ്റ് ഇസിക്വൽ ടു 14 ഇസിക്വൽ ടു അറ്റ് 298 Kelvin. ഓക്കെ, നമ്മൾ തൽക്കാലം ഇത്രയും കൊണ്ട് ഇവിടെ നിർത്താം. താങ്ക് യു. ബാക്കി അടുത്ത ക്ലാസ് നോക്കാം.